അയ്യപ്പൻകാവിന്റെ കഥകൾ പറയുമ്പോൾ ശബരിമലയ്ക്ക് ഇടയ്ക്ക് പോവും, ഇടയ്ക്ക് ഇവിടുത്തെ അയ്യപ്പൻകാവിൽ പോവും, പിന്നെ വേറെ കുറെ അമ്പലങ്ങളുണ്ട് അവിടേക്കൊക്കെ പോകും. ഞാനിങ്ങനെ പലതും പറയുന്നുണ്ടെങ്കിലും അത് എൻ്റെ മനസ്സിൽ കാണുന്ന ചില കാഴ്ചകളാട്ടോ. അതിങ്ങനെ പറയും, അത് ബാക്കിയുള്ളവരുടെ മനസ്സിലേക്ക് കാണാൻ കഴിയാതെ വരുമ്പോഴാണ് ഈ മനസ്സിലായില്ല മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് കമന്റ് വിടുന്നത്. മനസ്സിലായില്ലെങ്കിൽ വീണ്ടും ഒന്നുകൂടെ കാണും. ഇത് ശബരിമല 20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ അയ്യപ്പൻകാവിന്റെ ഈ പുനരുദ്ധാരണം, അതേപോലെ നമ്മള് അന്ന് വിഗ്രഹം പുതിയത് പ്രതിഷ്ഠിക്കുന്ന എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് ഓർമ്മയില്ല, 20 വർഷം മുന്നല്ല അന്ന്. അപ്പൊ എനിക്ക് വയസ്സ് എത്രയായിട്ടുണ്ടാവും, അങ്ങനെ ഒരു ഇത്. ആ സമയത്ത് അയ്യപ്പൻകാവിന്റെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി എത്രയോ ലക്ഷങ്ങളൊക്കെ വേണ്ടി വന്നിരുന്നു. ഈ ഞാനും തന്നെ സത്യം പറഞ്ഞാല് എൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് എടുത്തു കൊടുക്കുകയായിരുന്നു. കാരണം അത്രയ്ക്ക് എനിക്കിഷ്ടമാണ് അയ്യപ്പൻകാവിലെ അയ്യപ്പനെ. കാരണം നമ്മൾ ചെറുപ്പം മുതലേ പുണ്യാഹം കൊണ്ടുവരാന്, അതുപോലെ അവിടുത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ചെറുപ്പം മുതലേ ഉള്ളൊരു കണക്ഷനാണ് അയ്യപ്പൻകാവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. നടന്നു പോയി അമ്പലത്തിൽ പോയി ചുറ്റി വന്ന്, പിന്നെ ശബരിമലയ്ക്ക് ആദ്യമായിട്ട് എന്നെ അച്ഛൻ കൊണ്ടുപോണ കാലം. അപ്പൊ അത്രയും കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഒരു ചരിത്രം തന്നെ ആ അമ്പലവുമായിട്ട് എനിക്കുണ്ട്. ചെറുപ്പത്തിൽ ഞാൻ എൻ്റെ ഒരു 4 5 4-ാം ക്ലാസ്സിലാണോ ഇനി 3-ാം ക്ലാസ്സിൽ, ആ സമയത്തൊക്കെയാണെന്ന് തോന്നുന്നുണ്ട്. അതോ ഞാൻ അതിൻ്റെ മുന്നാണാവോ എന്നെ ശബരിമലയ്ക്ക് കൊണ്ടുപോകുന്നത്. ഇതേ അയ്യപ്പൻകാവുന്ന് കെട്ട് നിറച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മൾ കേൾക്കുന്ന കുറെ കഥകളുണ്ട്. അവിടുത്തെ ഇപ്പത്തെ ഗുരുസ്വാമി, ഇപ്പത്തെ അങ്ങനെ അവിടുത്തെ ഗുരുസ്വാമി എന്നല്ല, അവിടുത്തെ ഗുരുസ്വാമി തന്നെയായിരുന്നു അച്ചച്ചൻ. 18 വർഷം ശബരിമലയ്ക്ക് പോയാല് ഗുരുസ്വാമിയായി. അപ്പൊ അച്ഛൻ പറയായിരുന്നു അച്ചച്ചൻ ഗുരുസ്വാമിയായിരുന്നു. പിന്നെ എൻ്റെ അച്ഛൻ നടന്നു പോയിട്ടുണ്ട് ഇവിടുന്ന്, ഈ ശബരിമല ഈ അയ്യപ്പൻകാവുന്ന് കെട്ട് നിറച്ചിട്ട് നടന്നു പോയിട്ടുണ്ട്. ശബരിമല വരെ നടന്നു പോയിട്ടുണ്ട്. 15 ദിവസം കണ്ടാണെന്ന് തോന്നുന്നുണ്ട് ഇവിടുന്ന്. അന്ന് ചമ്രവട്ടത്ത് പാലല്ല, അപ്പൊ അന്ന് അവര് പുഴ കടന്നിട്ട് ക്രോസ് ചെയ്തിട്ട് അങ്ങനെ ഗുരുവായൂർ വഴി അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചരിത്രമൊക്കെ അച്ഛനുണ്ട്. അന്ന് അതേ സമയത്ത് തന്നെ അച്ഛൻ്റെ കൂടെ പോയതിലുള്ള ഒരാള് മറ്റേ ചങ്ങല മേത്ത് കെട്ടിയിട്ട് അതിന്റെ വെയിറ്റ് കയറ്റിയിട്ട് നടന്നു പോയിട്ടുണ്ട്. പക്ഷെ ആൾക്ക് ഗുരുവായൂരെത്തിയപ്പോഴേക്കും പിന്നെ മേലൊക്കെ മുറിവായിട്ട് അവിടുന്ന് ചങ്ങല അയച്ചു വെക്കുക, അങ്ങനെ എന്തോ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. 2 വട്ടം അച്ഛൻ നടന്നു പോയിട്ടുണ്ട്. പിന്നെ അച്ഛൻ പറഞ്ഞ എന്താ വെച്ചാൽ, 3-ാമത്തെ വട്ടം ഞാൻ നടന്നു പോകണമെങ്കിൽ എന്തോ ഒരു ഇത് പറഞ്ഞു, എന്തൊക്കെയോ പറഞ്ഞതിന്റെ ശേഷം പിന്നെ ആള് ശബരിമലയ്ക്ക് പോയിട്ടില്ല. മൂന്നാമതും നടന്നിട്ടേ പോവുള്ളൂ, ഇനിയും പോവുകയാണെങ്കിൽ ഞാൻ നടന്നിട്ടേ പോവുള്ളൂ എന്നാണ് അച്ഛൻ പറഞ്ഞത്. പക്ഷെ അത് അമ്മ സമ്മതിച്ചില്ല. എനിക്കൊന്നല്ല കുഴപ്പം. അപ്പൊ അതിൻ്റെതായ കുറച്ച് ചിട്ടകളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ 41 ദിവസം വ്രതം എടുക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള രീതിയിൽ പോണം എന്നുള്ള ഇതാ. പക്ഷെ അത് അമ്മ സമ്മതിക്കാത്ത തന്നെ ആയിരിക്കണം. പിന്നെ പോയിട്ടില്ല. ആള് മരണപ്പെട്ടിട്ട് 5 വർഷമായി. നടന്നു പോകാനുള്ളൊരു പൂതി ഉണ്ടെങ്കിൽ വേറെ ജന്മത്തിൽ പോട്ടെ. ആഗ്രഹം വെച്ചുകൊണ്ട് ജീവിച്ച് മരിച്ച വ്യക്തികളുടെ ആഗ്രഹങ്ങൾ നിറവേറട്ടെ എന്ന് നമുക്ക് സർവശക്തനായ ഈശ്വരനോട് പ്രാർത്ഥിക്കാം. അപ്പോ അങ്ങനെ ഒരു ചരിത്രം. പിന്നെ അച്ചച്ചന്റെ കാലത്ത് അമ്പലത്തില് ഇതേ ശബരിമല സീസൺ ആകുമ്പോ എന്ത് ചെയ്യും, മാലിട്ട് കഴിഞ്ഞാല് വേണ്ടത്ര ആസ്തിയുള്ള ആളാട്ടോ അച്ചച്ചൻ, വേണ്ടത്ര ആസ്തിയുള്ള ആളാണ്. ആ ആള് ഈ അയ്യപ്പൻകാവില് അന്നത്തെ ഊട്ടുപുര, ഇന്നത്തെ ഈ കാണുന്ന രീതിയിലായിരിക്കണം എന്നില്ല, അന്നത്തെ ഊട്ടുപുരയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് ആ ഊട്ടുപുരയിൽ വന്ന് കിടക്കും, വീട്ടിൽ കിടക്കില്ല. എന്നിട്ട് ആ വ്രതം കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം ശബരിമലയ്ക്ക് പോകും. അങ്ങനെ ഒരു നല്ലൊരു ഭക്തന്റെ മകനാണ് ഞാൻ. അപ്പൊ നമ്മുടെ ഉള്ളിൽ ഭക്തി ഉണ്ടാവാതിരിക്കുമോ? എൻ്റെ അച്ചച്ചൻ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ചച്ചൻ അത് ആര് കാണിച്ചു കൊടുത്തിട്ടുണ്ടാവും? അച്ചച്ചൻ്റെ അച്ഛൻ കാണിച്ചു കൊടുത്തിട്ടുണ്ടാവില്ലേ? എൻ്റെ അച്ഛൻ്റെ പേര് മണികണ്ഠദാസ്, അച്ചച്ചൻ്റെ പേര് അച്യുതൻ, അച്ചച്ചൻ്റെ അച്ഛൻ്റെ പേര് എൻ്റെ അച്ഛൻ പറഞ്ഞ അന്നാണ് കോരു. അതിൻ്റെ അച്ഛൻ്റെ പേരോ ഞാൻ ചോദിച്ചതാണ്. അത് അച്ഛനറിയില്ല. ഞാനാണെങ്കിൽ അച്ചച്ചനെ കണ്ടത് പ്രായത്തിലായതുകൊണ്ട് എനിക്ക് എത്ര അങ്ങോട്ട് ഓർമ്മയില്ല. പിന്നെ കൂടുതൽ അച്ചച്ചൻ്റെ പ്രായം, അച്ചച്ചൻ്റെ പ്രായം അച്ചച്ചന് പറഞ്ഞുതരാൻ പറ്റണം, വല്യച്ഛനും പറഞ്ഞുതരാൻ പറ്റിയിട്ടില്ല. പക്ഷെ ആ ഒരു
4 തലമുറയിലുള്ള ആളുകളുടെ പേരേ അറിയുള്ളൂ. അപ്പൊ ഇവര് നല്ല ഭക്തരാണ്. അച്ഛൻ നല്ല ഭക്തനാണ്. അപ്പോ DNA എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ നമ്മുടെ ഉള്ളില്, DNA, RNA, അതിന്റെ കുറെ ക്രോമസോമുകളും മറ്റും. അപ്പൊ ഇതിങ്ങനെ കൈമാറ്റം ചെയ്തു വരും. അപ്പൊ അത് അച്ഛന് കിട്ടി, അച്ഛൻ്റെത് അച്ഛന് കിട്ടി, അച്ഛൻ്റെ എന്ത് ചെയ്ത് എനിക്കും കിട്ടി. ഇത് മനസ്സിലാവാത്ത ഒരാൾ എന്താണെന്ന് വെച്ചാൽ പോയിട്ട് സയൻസ് പഠിക്കണത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഇതിലിപ്പോ ബ്രഹ്മകുമാരീസിന്റെ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ സംസ്കാരം, മനസ്സ്, ബുദ്ധി, സംസ്കാരം ഇതേപോലെ തന്നെയാണ്. നമ്മൾ എന്ത് ചെയ്തു വെക്കണോ അതിൻ്റെ ഒരു കർമ്മഫലം നമ്മുടെ കോശങ്ങളിൽ കിടക്കും. അതിൻ്റെ വളരെ സൂക്ഷ്മമായ ഒരവസ്ഥയാണ് DNA എന്നൊക്കെ പറയാം. നമ്മള് എന്താ പറയാ, DNA പരിശോധന നടത്താന്നൊക്കെ പറയില്ലേ, അച്ഛനെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അച്ഛനെ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, അങ്ങനെയുള്ള ഒരു പരിശോധന നടത്തുന്നത് ഈ സംഭവമാണ്. അതായത് അവരുടെ തലമുറയിലുള്ളത് തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ പൗരാണികമായിട്ട് കിട്ടിപ്പോന്നിട്ടുള്ള ഒരു കുടുംബ പാരമ്പര്യത്തിലുള്ളതാണ് നമ്മളെ. അപ്പോൾ തലക്കാട് അയ്യപ്പൻകാവ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് വലിയൊരു കണക്ഷൻ എനിക്കല്ല, എൻ്റെ അച്ഛനുണ്ട്. പക്ഷെ അവിടെ അച്ഛൻ എന്ത് ചെയ്തു, അച്ഛൻ എന്ത് ചെയ്തു എന്നതിൻ്റെ രേഖകളൊന്നുമില്ല. അന്നൊന്നും ഈ രേഖകൾ സൂക്ഷിക്കണമൊന്നും വലിയ വിഷയമില്ല. അതൊക്കെ ഇങ്ങനെ അറിഞ്ഞു ചെയ്യുക. ചെയ്തത് വലത് കൈ ചെയ്തത് ഈ ഇടത് കൈ അറിയാൻ പാടില്ല. പക്ഷെ ഇന്ന് അവിടെ പോയി കഴിഞ്ഞാൽ പാത്രത്തിന്റെ മേലെ വരെ ഉണ്ടാവും ഇന്ന ആള് വക, ഇന്ന ആളുടെ സ്മരണാർത്ഥം. അത് തെറ്റാണെന്ന് ഞാൻ പറയില്ല, അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അത് ഇന്ന് അങ്ങനെയാണ്. ഇന്ന് അയാൾ ചെയ്തതാ. അപ്പൊ ഈ ചെയ്ത ആളെ കുറച്ചും കൂടെ എന്ത് ചെയ്യും, ജനങ്ങൾ അംഗീകരിക്കും. അപ്പൊ ഇയാൾ മണ്ഡപം ചെയ്തത് ഇന്നാള്, പടിപ്പുര ചെയ്തത് ഇന്നാള്, അമ്പലത്തിലേക്ക് സ്ഥലം സ്പോൺസർ ചെയ്തത് ഇന്നാള്, അമ്പലത്തിന്റെ നമ്പൂതിരി അവർക്ക് വേണ്ടിയിട്ട് വീട് നിർമ്മിച്ചത് ഇന്നാള്. ഇതൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് മിനിറ്റ്സ് ആയിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലങ്ങളിലായിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും? 100 വർഷത്തിന്റെ ബാക്കിലേക്കുള്ള ചരിത്രം ഉണ്ടാവും. ഒരു ദേവസ്വം ബോർഡ് പോയാൽ ഒരു 100 വർഷത്തിന്റെ ബാക്കിലേക്കുള്ള അമ്പല ചരിത്രമൊന്നും ഉണ്ടാവില്ല. ഒരു 50 വർഷം അവിടെ നിന്നൊക്കെ തൊട്ടിട്ടാണ് ഈ എഴുതി വെക്കലും കാര്യങ്ങൾ. അതിന്റെ മുന്നേ എഴുതി വെക്കലൊക്കെ ഉണ്ട്. പക്ഷെ വലത് കൈ ചെയ്യുന്നത് ഇടത് കൈ അറിയില്ല എന്ന് മാത്രം. ചെയ്യാൻ അങ്ങനെ വേണം ശരിക്കും ഭക്തൻ ചെയ്യേണ്ടത്. അങ്ങനെയാണ് ശരിയായ ഭക്തര് ചെയ്യുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭക്തി എന്ന് പറഞ്ഞാല് ശബരിമല ശാസ്താവിന്റെ അടുത്ത് ഭക്തി പുരസ്കാരം കോടിക്കണക്കിന് ആളുകള്, ഭക്തര് ഓരോ വർഷവും എത്തുന്നുണ്ട്. ഇതെത്തിയിട്ട് ലാസ്റ്റ് അവിടെ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ ഒരു ഭക്തൻ നല്ല പരിപാവനമായി ഭക്തിയോടെ വന്നു എന്നേ കാണുന്നുള്ളൂ. ഒരു ഭക്തൻ അത്രയും കുറവ്. അവിടെ എഴുതി വെച്ചിട്ടുള്ളതിന്, ശബരിമലയിൽ എഴുതി വെച്ചിട്ടുള്ളതിന് തത്വമസി അത് നീയാകുന്നു. അതായത് അവിടെ എന്താണോ ശാസ്താവ് അത് തന്നെയാണ് നിങ്ങൾ എന്നാണ് അവിടെ എഴുതി വെച്ചിട്ടുള്ളത്. അതിന്റെ അർത്ഥം അതാണ്. ഇപ്പൊ നമ്മുടെ അമ്പലങ്ങളിൽ പോയാൽ ചില അമ്പലങ്ങളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും തത്വമസി എന്ന്. ഉണ്ടോ? ചിലയിടത്തുണ്ടാവും ഓം നമഃ ശിവായ, അല്ലെങ്കിൽ അതേത് ദേവനാണോ ദേവിയാണോ അവിടുത്തെ അവരുടെ ഇത് മാത്രം. പക്ഷെ ശബരിമലയിൽ പോയാൽ അവിടെ പ്രധാനമായിട്ട് കാണാൻ പറ്റും തത്വമസി. പിന്നെ അതേപോലത്തെ ശബരിമല ശാസ്താവുമായി ബന്ധപ്പെട്ട് അതുപോലെ ചിട്ടകളുള്ള ചില അമ്പലങ്ങളിലും കണ്ടുവരുന്നുണ്ട്. അതിന്റെ അർത്ഥം അത് നീയാകുന്നു, തത് വം അസി. അത് അതിൻ്റെതായ രീതിയിലൊന്നും പറയാൻ എനിക്കറിയില്ല, ഞാൻ അങ്ങനെ പഠിച്ചിട്ടില്ല. അർത്ഥതാണ്. വളരെ ചുരുക്കർത്ഥം പറയുമ്പോൾ അത് നീയാകുന്നു. ഏത്? അയ്യപ്പൻ നീയാകുന്നു. അത് നമ്മൾ 41 ദിവസത്തെ വ്രതമെടുത്ത് ശബരിമല ശാസ്താവിൻ്റെ അടുത്തേക്ക് പോയി കെട്ടും നിറച്ച്, ഇരുമുടിക്കെട്ടിൽ വിൻകെട്ടും മുൻകെട്ടും എടുത്ത് അതിൽ നെയ്യ് തേങ്ങ നിറച്ച് അവിടെ കൊണ്ടുപോയി അഭിഷേകം ചെയ്ത് അത് നമ്മൾ തിരിച്ചു വാങ്ങി വീട്ടിലേക്ക് അങ്ങോട്ട് പോരും. പക്ഷെ അർത്ഥം, അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ഭക്തൻ
ഭഗവാന് സമർപ്പിക്കുന്നു. ഒരു ദിവസമല്ല, 41 ദിവസം. അങ്ങനുണ്ട്. ആ 41 ദിവസം കൊണ്ട് അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ ഈ തത്വമസി കാണുക. അത് നീയാവുന്നു. സ്വാമി ശരണം.